ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ആരാധന കൊടുക്കുമ്പോൾ അത് വെറും വാക്കുകളിൽ കൊണ്ട് മാത്രമാകരുത്. ചില കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വേണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ പല സമയങ്ങളിലും ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? നമ്മളോട് ആരെങ്കിലും പാടാൻ പറഞ്ഞാൽ, കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ, അന്നേരം നമ്മൾ ഹല്ലേലൂയ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, സന്തോഷമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഹല്ലേലൂയ പറയുന്നത്, പിന്നെ പ്രസംഗിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമായിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഉച്ചത്തിൽ ഹല്ലേലൂയ ഒക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ ദൈവം സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം സ്വീകരിക്കണമെങ്കിൽ ദൈവഹിതപ്രകാരവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള ആരാധനയായിരിക്കണം. ഇത് എങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാനായിട്ട് കഴിയും? അതിന് നമ്മൾ വചനം പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇനിയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് 29-ാം സങ്കീർത്തനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. തിരുവചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ഈ ഒരു സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ഈ 29-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി. ഈ 29-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വത്തെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കൊടുക്കുന്നവന് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. അപ്പം ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് മഹത്വവും ശക്തിയും കൊടുക്കുക, ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. അപ്പൊ ശക്തി കൊടുത്താൽ തിരിച്ച് ശക്തി കിട്ടും. പല സമയങ്ങളിലും പലതും കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഇതൊരു തിരിച്ചറിവാണ്. ഈ ഒരു വചനത്തിന്റെ രഹസ്യം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. അപ്പൊ കിട്ടുന്നതിനെ കുറിച്ച് ഉള്ളത് നമുക്കവിടെ വയ്ക്കാം. അതെന്താണെന്ന് ഏറ്റവും ഒടുവിൽ പറയാം. കാരണം ഈ സങ്കീർത്തനത്തിലും ഏറ്റവും ഒടുവിലാണത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യങ്ങളിൽ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് സത്യത്തിൽ ദൈവപുത്രന്മാർ? ദൈവപുത്രന്മാർ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവദൂതന്മാർ, രാജാക്കൾ, മഹത്തുക്കൾ, ഭൂമിയിലുള്ള എല്ലാ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെല്ലാം വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷേ ഇത് യഥാർത്ഥമായി ദൈവപുത്രന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവദൂതന്മാരെ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ദൈവദൂതന്മാരുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാണ്. സത്യത്തിൽ എന്താണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്? ഞാൻ ഈ ദൈവമഹത്വത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ദൈവമഹത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ്. മോശ ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്റെ തേജസ് കാണണം. ഈ പറഞ്ഞതിന് തൊട്ടു മുമ്പ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് യഹോവയാം ദൈവം മാറി നടന്ന്, ഇനി ഞാൻ ഈ ജനത്തോടു കൂടെ നടക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. ദൈവം പറഞ്ഞു, പോരാ, ഞാൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അടുത്തത്, നിന്റെ വഴി എന്നെ കാണിക്കണം. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് നിന്റെ തേജസ് കാണണം. ഈ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ആഗ്രഹിച്ചപ്പോൾ ദൈവം പറയുന്നു, എൻ്റെ മഹിമ നിന്റെ മുമ്പാകെ നടക്കുമാറാക്കും. പക്ഷേ ഒരു കാര്യമാണ്, ലോകത്തിലുള്ള ഒരു മനുഷ്യനും എൻ്റെ മുഖം കണ്ടിട്ടില്ല, കണ്ടാൽ അവൻ ജീവനോട് ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു പാറയുടെ ഒരു പിളർപ്പിൽ നിന്നെ ആക്കി കഴിയുമ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം. സത്യത്തിൽ എന്താണ് ദൈവം മഹത്വം എന്ന് പറയുന്നത്? ഇവിടെ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യഹോവയുടെ മന്ദിരത്തിൽ
സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി ദൈവ മഹത്വം കണ്ടാൽ അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടെ കൊണ്ട് നമ്മുടെ ജീവിതം സമ്പൂർണമായി മാറാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമുക്കൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കണ്ടാൽ അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ലെവൽ ആരംഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ ഒരു മഹത്വം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മഹത്വത്തിന്റെ മഹത്വത്തിന്റെ ആ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പല സമയത്തും അത് കാണേണ്ട രീതിയിൽ കാണുവാനോ അനുഭവിക്കുവാനോ പല പ്രിയപ്പെട്ടവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹത്വം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് മഹത്വം കൊടുക്കേണ്ടുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം യഹോവയ്ക്ക് മഹത്വം കൊടുക്കുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കുക. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കണമെങ്കിൽ നാം വിശുദ്ധന്മാരായിരിക്കണം. അശുദ്ധിയുള്ള നാവിൽ നിന്ന്, അശുദ്ധിയുള്ള മൺകൂടാരങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരാരാധനയും ദൈവം സ്വീകരിക്കുകയില്ല. ദൈവം വിശുദ്ധനായതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരായിത്തീരണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പദവിയാണ് വിശുദ്ധൻ എന്ന പദവി. ആ പദവി നിലനിർത്തുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അടുത്തത്, പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയായിരിക്കണം. അപ്പം ആ ആരാധനയിൽ വിശുദ്ധിയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ സഹായത്തോടെ ആത്മാവിൽ നിന്ന് നമ്മെ തന്നെ സമ്പൂർണമായും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന വചനപ്രകാരമുള്ള ആത്മാവിലുള്ള ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്നത്. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവനെ നമസ്കരിക്കുക. അടുത്തത് 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ 5 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കണം. ഒന്നാമത്തേത്, യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ യഹോവ ഇടിമുഴക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിന്റെ ശക്തി എത്ര വലിയതാണില്ലേ? ആ 2019-18 പ്രളയ കാലഘട്ടങ്ങളിൽ നമ്മൾ ആ വെള്ളത്തിന്റെ ശക്തി നമ്മൾ കണ്ടവരാണ്. ഇനിയും അടുത്തത്, യഹോവ ജലപ്രളയത്തിന് മീതെ ഇരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ കാണണം. നമ്മെ മുഴുവൻ മൂടാനായിട്ട് പ്രളയം പോലെ പ്രതിസന്ധികൾ നമ്മുടെ നേരെ ആഞ്ഞടിച്ചാലും അതിനെല്ലാം മുകളിൽ നമ്മുടെ കർത്താവ് ഇരിക്കുകയാണ്. ജലപ്രളയത്തിന് മീതെ അവിടുന്ന് ഇരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഒരുപക്ഷെ കടന്നു പോകുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഏതുമായിക്കൊള്ളട്ടെ, അതിൻ്റെ എല്ലാം മീതെ നമ്മുടെ ദൈവം ഇരിക്കുമ്പോൾ അത് കണ്ട് നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. പുരാതന ഭൂമിയിൽ ജലപ്രളയത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ ഭക്തനെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ ആ ന്യായവിധിയുടെ മുകളിലൂടെയാണ് നടത്തിയത്. ദൈവത്തിൻ്റെ കരുതൽ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. സ്നേഹത്തോടെ ഞാൻ പറയാം, അതേ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിന് സ്തോത്രം. എന്താ പറയുന്നത്? ശക്തിയോടെ മുഴങ്ങുന്നതാണ് യഹോവയുടെ ശബ്ദമെന്ന് പറയുന്നത്. അടുത്ത ഒരു 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. എവിടുത്തെ ദേവദാരുക്കൾ? ലബാനോനിലെ ദേവദാരുക്കൾ. ഈ ലബാനോൻ എന്ന് പറയുന്നത് ഈ പലസ്തീന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലുള്ള ഒരു വലിയ പർവ്വത നിരയാണ്. ഈ പർവ്വത നിര ഏകദേശം 100 മൈലോളം നീളത്തിൽ, ചില സ്ഥലങ്ങളിൽ 7000 അടി വരെ ഉയരമുള്ള
പർവ്വതമാണ് ലബാനോൻ പർവ്വതം. ലബാനോൻ പർവ്വതത്തിലെ ദേവദാരു എന്ന് പറയുന്നത് വളരെ ഉയരം കൂടിയ വൃക്ഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ കരുത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ പ്രതീകമായി നിൽക്കുന്ന ഈ ദേവദാരു കാറ്റിനോ വലിയ പ്രതിസന്ധികൾക്കോ താഴെ ഇടുവാൻ കഴിയാത്ത ദേവദാരു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ആ ദേവദാരുവിനെ പോലും തകർക്കുന്നതാണ് യഹോവയുടെ ശബ്ദം. എന്ന് പറഞ്ഞാൽ മല പോലെ പ്രതിസന്ധികൾ ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾക്ക് നീക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ എത്ര വലുതുമായിക്കൊള്ളട്ടെ, അതിനെയെല്ലാം നീക്കാനായി കരുത്തുള്ള കെൽപ്പുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെയും വലുപ്പത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നാം ദൈവത്തെ ആരാധിപ്പാൻ. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അതിനെയൊക്കെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തേത്, അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നതാണ് യഹോവയുടെ ശബ്ദം, വോയിസ് ഓഫ് ഗോഡ്. നമുക്കറിയാം, വെള്ളത്തിന്റെ ശക്തി നമ്മൾ ചിന്തിച്ചു. തീയുടെ ശക്തി എത്ര ഭയാനകമാണെന്ന് നമുക്കറിയാം. അതിനെ പോലും ചിഹ്നിക്കുവാൻ അതേ കരുത്തുള്ളതാണ് ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. രണ്ടും രണ്ട് തരത്തിലുള്ള ശക്തികളാണ്. അതിനെല്ലാം മീതെയാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അടുത്തത്, മരുഭൂമിയെ നടുക്കുന്നതാണ്. പർവ്വതത്തെ മാത്രമല്ല, തീയെ മാത്രമല്ല, വെള്ളത്തെ മാത്രമല്ല, കാദേശ് മരു. കാദേശ് മരു എന്ന് പറയുന്നത് ഈ ലെബാനോന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഈ കാദേശ് മരുഭൂമി എന്ന് പറയുന്നത്. ഈ മരുഭൂമിയെയും നടുക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ നോക്കുക, മലയാകട്ടെ, മരുഭൂമിയാകട്ടെ, എന്താ പറയുന്നത്, തീയാകട്ടെ, വെള്ളമാകട്ടെ, ഇതിൻ്റെ എല്ലാം മുകളിൽ അധികാരമുള്ളവനാണ്, സർവശക്തിമാനാണ് നാം സേവിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് വേണം നാം ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ, വിധങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, നമ്മുടെ ജീവിതത്തിന് മേഖലകളിൽ വെളിപ്പെട്ട സമയങ്ങളൊക്കെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും സ്തുതിച്ചാലും തീരത്തില്ല. അത്രയ്ക്ക് ശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അടുത്തത്, ദൈവം തകർക്കുന്ന ദൈവം മാത്രമല്ല, ഉടയ്ക്കുന്ന ദൈവം മാത്രമല്ല, അവിടുന്ന് പണിയേണ്ട സമയത്ത് പണിയുന്ന ദൈവം കൂടെയാണ്. നോക്കുക, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, വനങ്ങളെ തോലുരിക്കുന്നു. അപ്പം തകർക്കൽ മാത്രമല്ല, ജനനം നടക്കേണ്ട സ്ഥലങ്ങളിൽ ജനനവും നടക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇല്ലേ? പാപത്തിൽ മരിച്ചവരായിരുന്ന, മരണം സംഭവിച്ചിരുന്നവരായിരുന്ന നമ്മളെ ഓരോരുത്തരെയും തൻ്റെ ആത്മാവിനാൽ, തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട തൻ്റെ വചനത്താൽ ജനിപ്പിച്ച് മക്കളാക്കി തീർത്തത് ഓർക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം നമ്മളൊക്കെ ദൈവരാജ്യത്തിൽ ജനിച്ചു വീഴാൻ ഇടയാക്കിയത് ഓർക്കുമ്പോൾ നമ്മൾ എത്ര നന്ദി ദൈവസന്നിധിയിൽ നമ്മൾ പറയേണ്ടതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം നാം ദൈവത്തെ ആരാധിപ്പാൻ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ രണ്ട് കാര്യങ്ങൾ കൂടി പറയുകയാണ്. 11-ാമത്തെ വാക്യമാണ്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഞാൻ ഈ മെസ്സേജിന്റെ ആരംഭ സമയത്ത് ഞാൻ പറഞ്ഞു, മഹത്വവും ശക്തിയും ദൈവത്തിന് കൊടുക്കണം. മഹത്വവും ശക്തിയും ദൈവത്തിന് കൊടുക്കുമ്പോൾ തിരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും. എന്താണ് കിട്ടുന്നത്? യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ദൈവത്തിന്റെ നാമത്തെ തിരിച്ചറിഞ്ഞ് അർഹമായ ആരാധനയും മഹത്വവും ഒക്കെ വിശുദ്ധിയിൽ നാം ദൈവത്തിന് നൽകുമ്പോൾ, തരണം ചെയ്യുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളുടെ മുൻപിൽ പെടുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ആവശ്യമായ ശക്തി അവിടുന്ന് നമുക്ക് നൽകും. വേദപുസ്തകത്തിൽ ദൈവശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ബലഹീനതയിൽ മരിച്ചു, ശക്തിയിൽ ഉയർക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു,
എനിക്ക് ശക്തി നൽകിയ കർത്താവായ യേശു ക്രിസ്തു എന്നെ വിശ്വസ്തനെന്ന് കണ്ട് ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് നന്ദി പറയുന്നുണ്ട്. എന്താണ് സത്യത്തിൽ ദൈവശക്തി എന്ന് പറയുന്നത്? ദൈവശക്തി ബലഹീനമായിടത്ത് വെളിപ്പെട്ട് വരുന്നതാണ്. നമുക്കറിയാം, ഏലിയാവ് ദൈവം കൊടുത്ത ആഹാരത്തിന്റെ ശക്തി കൊണ്ട് 40 ദിവസങ്ങളാണ് ഓടിയത് യഹോവയുടെ പർവ്വതത്തോളം. എന്ന് പറഞ്ഞാൽ തനിക്ക് കൊടുത്ത ശക്തി കണ്ടോ? അസാധാരണമായ ശക്തി. അതെ, ബാല്യക്കാരും യൗവനക്കാരും ഒക്കെ തളർന്നു വീഴുമ്പോൾ, ക്ഷീണിച്ചു വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവന് ശക്തി കിട്ടും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീഴുമെന്ന് വചനത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ദീർഘവർഷങ്ങളായി രക്തസ്രവത്താൽ അതെ പിടിക്കപ്പെട്ട് വസ്തുവകകളെല്ലാം നഷ്ടപ്പെട്ട് ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ക്ഷീണിച്ച ആ രക്തസ്രവക്കാരിയായ സ്ത്രീ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് ദൈവശക്തിയുടെ ഒരു വലിയ പ്രവാഹമുണ്ടായി. ഞാനിത് പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വചനം ഏറ്റെടുക്കുവാൻ കഴിയുന്നവർ ഏറ്റെടുക്കുക. വിശ്വാസത്തോടെ യേശുവിനെ ആരെങ്കിലും തൊട്ടാൽ തൊട്ടവനിലേക്ക് പകരപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. എല്ലായിടത്തും പകർന്നിട്ടില്ല. എത്രയോ പേര് തൊട്ട് കാണും. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നിന്നെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൽ ആരാണ് നിന്നെ തൊട്ടത്? അപ്പം എല്ലാവരും തൊട്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ പറയുന്നത്, തൊട്ടവർക്കെല്ലാം അത്ഭുതം നടന്നോന്നറിയില്ല. പക്ഷെ ആ സ്ത്രീ തൊട്ടപ്പോൾ ദൈവശക്തി അവളുടെ രക്തസ്രവത്തെ നിർത്തിക്കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നു ഉള്ളത്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വീട് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. എന്തുകൊണ്ടാ? ദൈവശക്തിയാണ്. ഏറ്റവും ഒടുവിൽ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക്. ഒന്നും മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗാഡ്. ദൈവശക്തിയിലാണ് നിങ്ങൾ കാക്കപ്പെടുന്നത്. സ്നേഹിതരെ, നമ്മളൊക്കെ ഓരോ ദിവസവും ജീവിക്കുന്നത് ആ ദൈവശക്തിക്കകത്താണ്. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇന്നത്തെ കാലത്ത് അനുഗ്രഹം എന്നൊക്കെ പലതും നമ്മൾ പറയുന്നുണ്ട്. വാസ്തവത്തിലുള്ള അനുഗ്രഹം എന്താണ്? നിങ്ങൾ കണ്ടില്ലേ, കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു മുതലാളി നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ മാനസിക സംഘർഷത്തിൽ തൻ്റെ ജീവൻ അവസാനിച്ചു, അല്ലെങ്കിൽ തൻ്റെ ജീവിതം അവസാനിച്ചു പോയി. അപ്പം പണത്തിനോ സൗകര്യങ്ങൾക്കോ ഒന്നും നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കർത്താവ് തരുന്നത് സമാധാനമാണ്. സമാധാനം നൽകി അനുഗ്രഹിക്കും. പണമുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല, ആരോഗ്യമുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല, മക്കളുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല. പക്ഷെ സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് യേശു പറഞ്ഞു. ആ സമാധാനം നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവ് നൽകട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ കാക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.